ഇത് നമ്മുടെ സാധാരണ കോഴിമുട്ട. ഇതിന് ഈ കളർ വന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇത് കോഴിമുട്ട ഉപ്പിലിട്ടത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കോഴിമുട്ടയുടെ കളർ മാറിയത് എങ്ങനെയാണെന്നും ഇത് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നും അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Cook with Sophie, sharing 40 years experience. ഞാൻ ഇവിടെ ഉപ്പിലിടാൻ എടുത്തിരിക്കുന്നത് ഒരു 10 മുട്ടയാണ്. അത് വേവിച്ച് തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് തൊലി ചെത്തി കഴുകി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കണം. ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കീറിയിട്ട് ചെറുതാക്കിയിട്ട് മുറിക്കണം. ഒത്തിരി ചെറുതാക്കണമെന്നില്ല. ഇത് ഞാനിപ്പോൾ നീളം കുറഞ്ഞുകൊണ്ട് ഇതുപോലെ ആക്കുന്നുള്ളു. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അച്ചാർ ഇടാനുള്ള പാത്രത്തിൽ കൊള്ളാവുന്ന വെള്ളം വേണം ചേർക്കാനായിട്ട് കേട്ടോ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കാം. ഇതിന് ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിന് പകരം പഞ്ചസാര എടുക്കാം. അതിപ്പം വേകാനായതുകൊണ്ട് ഞാനത് മുഴുവനോടെ ഇടുവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടണം. ബീറ്റ്റൂട്ട് വെന്തോന്നൊന്ന് നോക്കണം. ഇത് വിട്ട് പോരുന്നുണ്ട്. ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 കപ്പ് വിനാഗിരി അത് ചേർക്കാം. വിനാഗിരി ചേർത്ത് ഒന്ന് തിളയ്ക്കണം. തീ ഒരൽപ്പം കൂട്ടി കൊടുക്കണം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരു 10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇത് വേണമെങ്കിൽ ചൂടിൽ കിടന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം ഇത് നല്ല ചൂടാണ്. ഇത് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇത് തീരെ അങ്ങോട്ട് ചൂടാറിപ്പോകരുത്. ഇതിനൊരു ചെറു ചൂട് വേണം. ഞാൻ ഇതുപോലെയുള്ള ഒരു ചില്ല് കുപ്പിയിലാണ് ഉപ്പിലിടുന്നത്. ഇത് ചില്ല് കുപ്പിയിൽ തന്നെ ഉപ്പിലിടണം. അല്ലെങ്കിൽ സെറാമിക് പാത്രത്തിൽ തന്നെ ആയിരിക്കണം. അലുമിനിയം, സ്റ്റീലോ ഒന്നും പ്ലാസ്റ്റിക്കോ ഒന്നും പറ്റിയല്ല. ഇതുപോലെയുള്ളൊരു കുപ്പിയിലാണ്. പുഴുങ്ങി തോട് കളഞ്ഞിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഈ കുപ്പിയിലേക്ക് മാറ്റാം. ചെറു ചൂടുള്ള ഈ ബീറ്റ്റൂട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ബീറ്റ്റൂട്ടും ഉള്ളിയും എല്ലാം ഇതിൻ്റെ അകത്തോട്ട് വീഴണം. ഇത് തീരെ ചൂടാറിപ്പോകരുത്. നമ്മൾ കൈ തൊട്ടാൽ ഒരു ചെറു ചൂട് വേണം. ആ ചൂടോടുകൂടി വേണം ഇത് മുട്ടയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് മിക്സ് ചെയ്യുമൊന്നും വേണ്ട. ഇപ്പം ഇതിന് ചെറിയ ചൂടുണ്ട്. ആ ചൂടാറുന്നത് വരെ കുപ്പി തുറന്ന് തന്നെ ഇരിക്കണം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുപ്പി അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഒട്ടും സമയം വെളിയിൽ വെക്കരുത്. എന്നിട്ട് 3-ാമത്തെ ദിവസം മുതൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. 3 ദിവസം മുമ്പ് ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ട എന്തായെന്നൊന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു മുട്ടയൊന്ന് എടുത്ത് നോക്കാം. സാധാരണ നമ്മുടെ കോഴിമുട്ട ഉപ്പിലിട്ടതാണ്. ഇത് കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 3 ദിവസമേ ആയുള്ളൂ ഇത് ഉപ്പിലിട്ടിട്ട്. നമ്മളിട്ട ചുമന്നുള്ളി അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അതുപോലെ മുളക് മുറിച്ചിട്ടത് അതിൻ്റെയും കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് മുറിച്ച് നോക്കാം.
നമ്മുടെ കോഴിമുട്ടയുടെ നിറമൊക്കെ മാറിയത് കണ്ടോ? വെളുത്ത ഭാഗം എല്ലാം ഇപ്പം ബീട്രൂട്ടിന്റെ കളറായി വന്നിട്ടുണ്ട്. ഇതൊരു ചൈനീസ് വിഭവമാണ്. ചൈനക്കാർ ഇതിന് ബീറ്റ് എഗ് എന്നാണ് പറയുന്നത്. കാരണം ബീട്രൂട്ട് ചേർത്ത് ഉപ്പിലിട്ട മുട്ടയായതുകൊണ്ട് ഇത് അവരുടെ പ്രിയപ്പെട്ട വിഭവമാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ കഴിക്കുന്നത് ഈ ബീട്രൂട്ടിന്റെ ചാറും കൂടെ മുട്ടയിലേക്ക് കോരി ഒഴിച്ച് ഒരു ഉള്ളി കഷ്ണവും ബീട്രൂട്ടും കൂടെ ചേർത്താണ് കഴിക്കേണ്ടത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.